ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു കള്ളുഷാപ്പിലേക്കാണ് കേട്ടോ. അപ്പോൾ കള്ളുഷാപ്പ് എന്ന് കേട്ടപ്പം ചിലരെങ്കിലും തെറ്റിദ്ധരിച്ച് കാണും കള്ളടിക്കാനാണ് പോകുന്നതെന്ന്. കള്ളടിക്കാൻ മാത്രമല്ലല്ലോ കള്ളുഷാപ്പ്, നല്ല അടിപൊളി ഫുഡും കൂടെ കിട്ടുന്നതാണല്ലേ. അപ്പോൾ നമ്മൾ അവിടുത്തെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് പോകുന്നത്. അപ്പം കള്ളുഷാപ്പിലെ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഈ വീഡിയോ കാണാം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അത് കയറളം ഭാഗത്താണ് ഈ ഒരു ഷാപ്പ് വരുന്നത്. അപ്പോൾ കസിൻസൊക്കെ അവിടെ എത്തിയിട്ട് അവർ നേരത്തെ വിളി തുടങ്ങിയിട്ടുണ്ട് നമ്മളെ കാണാനിട്ട്. നമ്മളിത് അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ ഒട്ടുമിക്ക ഷാപ്പിലും പോവുകയാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ രാവിലെ എത്തണം, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക റഷൊന്നും ഉള്ള സ്ഥലമൊന്നുമല്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടുത്തെ എത്തിയിട്ട് ഇനി വിശേഷങ്ങൾ കാണിക്കാം. അപ്പോൾ അതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു കടയുടെ സൈഡിലേക്കായിട്ട് ഇങ്ങനെ ഒരു വഴിയുണ്ട്. നല്ല പ്രകൃതി രമണീയമായ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇതിലൂടെ നടന്നു പോകാൻ പ്രത്യേക വൈബാണ്. അത് അനിയനാണ്, അതൊന്നും നമ്മളെ വഴി കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് പോകണം. നല്ല അടിപൊളി നടന്നു പോകുന്ന സ്ഥലം തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പിള്ളേരുടെ വണ്ടിയൊക്കെ അവിടെ സൈഡിൽ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചേട്ടൻ അതുവഴി നടന്നു വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ട്രൈപോഡ് ഉള്ളതുകൊണ്ട് തന്നെ അവരെന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നല്ലൊരു വൈബ് തന്നെയാണ്. മുളയൊക്കെ സൈഡിൽ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും എന്നെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ടീം സിവിട നല്ല അടിപൊളി ഫുഡൊക്കെ അടിച്ചിരിക്കുന്നുണ്ട്. ഇവർ നമ്മൾ വരുമ്പോഴൊക്കെ എല്ലാം കാലിയാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യണം അത്ര കേട്ടോ. പുതുതായിട്ട് ഒരു പ്രത്യേക വൈബുണ്ട്. കാരണം ഇതിൻ്റെ പുറകു വശത്ത് നല്ല വിശാലമായ വയലാണ് വരുന്നത്. അപ്പോൾ വെള്ളടിക്കാനായാലും ഫുഡ് അടിക്കാനായാലും വരുന്നവർക്ക് നല്ല അടിപൊളിയായിട്ട് വളരെ കാമായിട്ട് ഇരുന്നിട്ട് ഫുഡ് കഴിക്കുക. ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ കൂടി ഭയങ്കര അങ്ങനെ ഒരു ബഹളമൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. നമ്മുടെ മാത്രമേ അവിടെ കേൾക്കുന്നുള്ളൂ. പോയാലും നമ്മളിങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ഓരോരോ ആൾക്കാരും അവരവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കാടയാണ് മേടിച്ചിട്ടുണ്ടായത്. എനിക്ക് കാട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടേക്ക് നോക്കാനൊക്കെ ഒരു പ്രത്യേക രസമുണ്ട്. അപ്പോൾ ഈ ഒരു ഷാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായിട്ട് ആൾക്കാരൊന്നുമില്ല. അപ്പോൾ ഇനി എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും വരിക. നല്ല അടിപൊളി ഫുഡ് തന്നെ കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് എടുത്ത് കാണിക്കുന്നുണ്ട്. കാട എങ്ങനെയുണ്ട്? കാട സൂപ്പർ. അച്ഛ കാട എങ്ങനെയുണ്ട്? കാട എങ്ങനെയുണ്ട്? എല്ലാം സൂപ്പർ തന്നെയാണ്. ഞാൻ വാങ്ങിച്ചത് കാടയായതുകൊണ്ട് ഞാൻ അവരോടൊക്കെ ചോദിച്ചു നോക്കാം കേട്ടോ. പണ്ട് കാലത്തൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഗേൾസ് അങ്ങനെ ഷാപ്പിലേക്ക് പോക്കാറില്ല അല്ലേ. എന്നാൽ ഇന്ന് ടോട്ടലി വ്യത്യസ്തമാണ്. എല്ലാവരും തന്നെ പോകുന്നത് ഫുഡ് അടിക്കാൻ തന്നെയാണ് കേട്ടോ. മെയിനായിട്ട് ഗേൾസും ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ സൈഡിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഒരു പാമ്പ് തുള്ളിച്ചാടി അങ്ങോട്ട് കയറി പോയിട്ടുണ്ട്. അത് കണ്ടപാട് ഞാൻ തിരിച്ചിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ് പാമ്പിനെ. അപ്പോൾ നമ്മൾ അവിടുത്തെ ഫുഡൊക്കെ അടിച്ച് നല്ല മനസ്സും വയറും ഒക്കെ നിറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. ഇനി ഇവിടുന്ന് കുറച്ച് ഷോ കളിക്കാൻ വേണ്ടി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുട്ടായി മേടിക്കാൻ വേണ്ടിയിട്ട് ആ കടയിൽ കയറിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ സൈഡ് ഒരു ചെറിയ വഴി കണ്ടിട്ടില്ലേ, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ഒരു കടയാണ്. അപ്പോൾ ആ സ്ഥലയിൽ കെട്ടിയിരിക്കുന്ന ചേട്ടൻ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, അതായത് അവിടെ വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ മക്കളെ എന്നുള്ളത് കേട്ടോ. നമ്മളെക്കുറിച്ച് നല്ല രീതിക്ക് മതിപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മളെവിടെ പോയാലും അങ്ങനെ ആയിരിക്കണം അല്ലേ. അപ്പോൾ അവർ വിചാരിച്ച സംഭവം അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ ഐസ്ക്രീം മേടിക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങോട്ടേക്ക് കയറിയിട്ടാണുള്ളത്. അപ്പോൾ ദൻഷു ബേബി ഐസ്ക്രീമിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചൊറയാക്കുന്നത്. ഐസ്ക്രീം അവന് ഫേവറേറ്റ് ആണ്. നമ്മൾ പലപ്പോഴും കൊടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോയാൽ മാത്രമേ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഞാനൊന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ഒരു ഐസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് അവിടെ നിന്ന് ആ ചൂട്ടത്ത് നമ്മൾ കയറി വന്നിട്ടാണ് ഇത് കുടിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിന്.
അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ ഫുഡ് അടിച്ച് പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഉച്ചയ്ക്ക് ശേഷം ചിലർക്കൊക്കെ മറ്റ് പരിപാടീസ് ഉള്ളതുകൊണ്ട് നമ്മൾ വേറെ എവിടെയും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ കളി ഷാപ്പിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ ഭാഗത്തൊക്കെ ഉള്ളവർ ഇങ്ങോട്ടേക്ക് വരാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.